നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു 10 രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും 10 രൂപ അല്ലെങ്കിൽ 1 രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം. ഇവിടെ 4 ആളുണ്ട്. ഇവിടെ ചോദിച്ചേക്കാം. പിന്നെ നമ്മളെ മറ്റേ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടേ ഒരു ചെറിയ പിരിവ് വേണം. കാരണം ഒരു ഗതിയില്ലാതെ ഞങ്ങൾ നിന്നതാണ്. നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഊരാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. നമ്മളെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയില്ലേ ഇപ്പോൾ നിന്റെ നെൽപൂട്ടെ. അപ്പോൾ എന്തേലും ഇടി ഒരു ചെറിയ കാര്യം. ഞങ്ങളുടെ കായില്ല, വെറും 52 കോടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെടുത്ത് എത്തൂല. ബാക്കി അതാണ് സംഭവം. അപ്പൊ എന്തായാലും നമ്മളെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്തെങ്കിലും സംഖ്യ നിങ്ങളെ ചിഹ്നപ്പേരാ നമ്മൾ നിന്റെ കത്തിരി മൂടിവെട്ടിന കത്തിരിയാണ് നിങ്ങൾ കൗത്തർക്കോ? അല്ല കൗത്ത് എന്തേലും എന്തേലും ഒന്നിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയല്ലേ ഇവിടെ ഉള്ളേ. അപ്പൊ എന്തേലും ഇടേ നമ്മളെ വിജയിച്ചു പോട്ടെ. നമ്മൾ എന്തേലും സ്ഥാനാർത്ഥി നമുക്ക് തന്നെ പിരിവുകൊണ്ട് വന്നു. സ്ഥാനാർത്ഥി അത് കാശില്ലാത്തതിന്റെ പേരിലല്ലേ എന്തെങ്കിലും സംഖ്യയുടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും. ജയിച്ചാ ഞങ്ങളെ ഇതുവരെ ചെയ്ത് ഞങ്ങൾക്ക് രണ്ട് സ്ഥാനേ കൊണ്ടുള്ളൂ. 1 ആഭ്യന്തരം, 2 വനവകുപ്പ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. ഈ 2 ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾക്കൊന്നും ഉണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓനോട് പറ്റണല്ല. 2 കോടി 2 കോടി 2 ചെയ്തിട്ടില്ല. ഇപ്പൊ ഓനോട് പറ്റണമാറ്റേ അങ്ങനെ മുന്നണ്ട അങ്ങനെ എന്തെങ്കിലും ഇട്ടാണ് ഇത് നമ്മളെ സ്ഥാനാർത്ഥിയില്ലേ നിലമ്പൂര്. മറ്റാണ് അത് നടക്കൂല. പോ എന്താ മഴ എന്തെങ്കിലും ഇട്ടായിരിക്കാൻ എന്ത് വല്ലാത്തൊരു പോൾ. ശരില്ല. പിന്നെ ഇതിക്കെന്തായിട്ടാണ് നമ്മളെ പിന്നെ സ്ഥാനാർത്ഥിക്കേ നിലമ്പൂരിലെ മറ്റേ അല്ലേ അതിന് ഇതൊക്കെ ഒരു കാശുമില്ല. കിട്ടിയാൽ എന്താ വേണ്ടി തെറ്റിച്ച ശരിയില്ല. മത്സ്യം ബന്ധപ്പെട്ട് തിരിച്ചും കൊടുക്കുമ്പോ ഓരോരോ ഇത് എന്തെങ്കിലും സംഖ്യ കിട്ടിയിട്ട് വേണം ഇതിന്റെ ബാക്കി പോരെ. എനിക്ക് 12 പറഞ്ഞ മാതിരി ഒരു ബൈക്ക് വിളിച്ചാല് പിന്നെ ഇതൊക്കെ എന്തെങ്കിലും നമ്മളെ സ്ഥാനാർത്ഥി തന്നെയാണ്. പിന്നെ നമ്മളെ ചിഹ്നം കത്തിരിയാണ് കേട്ടോ, മറക്കണ്ട. നമുക്ക് ഇതിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ നമുക്ക് വനവകുപ്പുണ്ട്. പിന്നെ നമ്മളിപ്പോ പറ്റ പാവപ്പെട്ട വെറും 52 കോടി കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കണേ. അതൊരു കാര്യം നടക്കൂല. അതിന് നടക്കൂല. അതിൽക്കാണ് ഈ ചോദിച്ചത്. എന്തേലും ഇവിടെ അല്ല ഗൂഗിൾക്കല്ല ഇത് കിട്ടുന്ന അതാ. ആയിക്കോട്ടെ. ശരിന്നാ ഒക്കെ ശരിയാവും. ഞങ്ങൾ ജയിക്കട്ടെ. ഇവിടെ വന്നോ നിങ്ങൾ എന്താ എന്നാലും ചുട്ടോ നമ്മളെ സ്ഥാനാർത്ഥിക്കല്ലേ എന്തേലും ഇട്ടോ. ബാ ഒപ്പം എന്തായാലും ഇട്ടോ. ഇത് പുറത്തൊക്കെ ഉള്ളിലൊക്കെ തുറക്കല്ലോ. എന്നാ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഇട്ടോ നമ്മളെ സ്ഥാനാർത്ഥിക്കാൻ. നമ്മളെ സ്ഥാനാർത്ഥിക്കാണ്. ശരിയില്ല. ശരി. പിന്നെ ഇത് നമ്മളെ സ്ഥാനാർത്ഥിക്കാണേ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയില്ലേ നിക്കാൻ നിന്നു. ചോദിച്ചിക്കണോ ആഭ്യന്തരം ചോദിച്ചിക്കണു, വനവകുപ്പും ചോദിച്ചിക്കണു. അത് കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാ പ്രശ്നവും അതോടെ ചെയ്യും. നമ്മളെല്ലാം നിലനിർത്താം. എന്നാ ഉന്നാനത്തേക്ക് നിലനിർത്താം. അതിപ്പോ എന്തെങ്കിലും ഇടട്ടെ. അത് സിനിമയല്ല, ഇത് നമ്മളെ തിനിക്കാണ്. മറ്റേ എന്താ പിന്നെ 10 വയസ്സല്ല കയ്യില് പാവ ഇടങ്ങാൻ കഴിക്കാണ്. പിന്നെ അഭ്യന്തരം ചോദിച്ചു കൂടോ.
ആഭ്യന്തരം ചോദിച്ചുകൂടോ പിന്നെ വനവകുപ്പും ചോദിച്ചുകൂടോ അത് നമുക്ക് എന്തായാലും കിട്ടും. അത് കിട്ടിയത് നമ്മൾ കുറെ ഉപാധികൾ വെച്ചു. ആ ഉപാധികൾക്ക് ഒരു വാങ്ങിയിട്ടില്ല. അപ്പോൾ വാങ്ങുന്നത് വരെ ഇപ്പം നമ്മൾ പിന്മാറേണ്ട ഒരുക്കമില്ല. പിന്നെ നിന്ന് കുടുങ്ങി പോയില്ലേ, കുടുങ്ങിയാലൊക്കെ പിന്നെ ഇത് പൂർത്തീകരിക്കണം. അതിനാണ് പൂർത്തിയാക്കണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്താ കിട്ടാ ആയിക്കോട്ടോ. അതൊക്കെ എന്താ കായുണ്ടോ? പിന്നെ എന്തിന്റെ പിരിവാന്ന് വെച്ചിട്ട് എന്താ കാര്യമുള്ളത്? കായില്ലാതെ അപ്പൊ എന്തായാലും ഉണ്ടായിട്ടേ തിരുവാണ. ഹലോ എന്തേലേ ടിക്കടി ആരും ഒന്നുമില്ലേ? ഒന്നുമില്ലേ? ഇല്ലേ എന്തേലും ഇടി എന്തേലും ഇടി എന്താ ആൾക്കാരാണ് അറിഞ്ഞിട്ടില്ലേ? അറിയാതെന്തോ എന്തേലും ഇതൊന്നും ഇന്നൊക്കെ അറ്റണ്ടേ. ചെലവിന്റെ കാര്യം മാറ്റാത്ത കേട്ടോ. നമ്മൾ പിന്നെ കജിന്ന് കാലത്ത് നമുക്ക് ചെലവാക്കാൻ കഴിയും. അപ്പൊ നമ്മള് സ്ഥാനാർത്ഥിയല്ലേ മനുഷ്യ? നമ്മൾ സ്ഥാനാർത്ഥിയാണ്. എന്താ നമ്മൾ ചെലവ് വേണ്ടേ? ചെലവാരാ കൊടുക്കുക ഇതുവരെ 52 കോടിയുള്ളൂ എൻ്റെ ഒക്കെ. അതിനിപ്പോ ചെലവോട് നിങ്ങൾക്ക് ആൾ മതി. നമ്മളെ ചെലവിന്റെ എടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതി. ഒട്ടാ പൈലത്തുണ്ട് ചില്ലറ ടേബിള് 283. 283 മൊത്തം മറ്റേ പിന്നെ 500 1000 മുകളിലായിക്കോളും കേട്ടോ. അപ്പൊ ഒരു കാര്യം ഈ ചെലവിന്റെ കാര്യം എടുക്കാം. അല്ല 10 മണിക്കത്തെ ചായ ഉച്ചക്കത്തെ ചോറുണ്ടോ? ഉച്ചക്കത്തെ ചോറും രണ്ട് പിന്നെ ചോറ് വെച്ചാ ഇപ്പൊ വീട്ടിൽ വെച്ചല്ലേ. അപ്പൊ 555 രണ്ടാൾക്ക്. ബാക്കി എത്ര ഉണ്ടാവിച്ചാ? ബാക്കി 100 റുപ്യ ഉണ്ടാവും. അങ്ങനെ കൊടുക്കല്ലേ? അത് കൊടുക്കാം. അത് എന്നാലും ഒരുപാട് ആൾക്കാരെ പൈസ നമ്മളെ ഇനിയോട്ടെ. ഇനി ഏതായാലും പ്രശ്നമില്ല. ആഭ്യന്തരവും വനവകുപ്പും കിട്ടാൻ പോവാല്ലോ. നമുക്ക് എന്താ ചെയ്യാം. ഓക്കെ എന്നാ അങ്ങനെ ഇല്ല. എന്നാ പിന്നെ അങ്ങനെ എടുക്കാണ്ട് എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചാൽ എണ്ണി കഴിഞ്ഞിട്ട് വിവരം അറിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞു കേട്ടോ. എണ്ണി കഴിഞ്ഞിട്ട് വരാറെ തോറ്റാലോ നമുക്ക് ആഭ്യന്തരമില്ല വനവകുപ്പില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല.